ടി ജി, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഈ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ, അത് പി ടി ചാക്കോയുടെ ആയിക്കോട്ടെ, അന്ന് ഒരു മന്ത്രിസഭ തന്നെ താഴെ വീഴുന്ന അവസ്ഥയിലേക്ക് പിന്നീട് അത് മാറി, കേരള കോൺഗ്രസ് എന്നുള്ള പുതിയ പാർട്ടി ഉണ്ടാകേണ്ടി വന്നു, അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ അതൊരു സ്കാൻഡൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു പ്രശ്നം, ഹൂ കെയേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. ഒപ്പം ഈ ഒരു കാലത്ത് കോൺഗ്രസ്സിൽ ഉയർന്നു വന്ന ഹരിത MLA-മാർ ഈ മാങ്കൂട്ടത്തിന് പിന്തുണയായി നിൽക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. എന്ത് തോന്നുന്നു? അല്ല, ഈ ഇന്നത്തെ കാലത്ത് എൻ്റെ ഒരു മൂല്യം വെച്ച് നോക്കിയാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയണമാതിരിയുള്ള എന്ത് കുഴപ്പം ചെയ്തു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ചെറുപ്പത്തിൻ്റെ സഹജമായ കുറേ ചാറ്റുകൾ ഇതൊക്കെ നടത്തി. അത് ഇന്നത്തെ കാലത്ത് അത് വലിയൊരു കാര്യമൊന്നുമല്ല. പണ്ട് കാലത്ത് ഈ മൊബൈൽ ഉണ്ടായിരുന്നില്ല, ഇത്തരം പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആരും ചാറ്റ് ചെയ്തിരുന്നില്ല. അതിന് പകരം കൂടെയുള്ളവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. തോമസ് ഒന്ന് നോക്കടോ ആരാ പോയത്, അതൊന്നും അവിടെ ഒന്നും നോക്കണ്ട, അവരൊക്കെ വലിയ ആൾക്കാരാണ്. ഞാനും ഒരു വലിയ ആളല്ലേ, താൻ പോയി നോക്ക്. ഇങ്ങനെയാണ് മന്ത്രിമാർ MLA-മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഇതില്ല, മെസ്സേജ് കൊടുക്കാൻ മാർഗ്ഗമില്ല. അപ്പോൾ ഈ ഹംസങ്ങൾ വഴി ഓപ്പറേറ്റ് ചെയ്യുക, അത് വളരെ ഗോപ്യമായിട്ടും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്ത ആൾക്കാരാണ് നമ്മളുടെ ഗൗരിയമ്മയും TV തോമസും. അവർക്ക് രണ്ടുപേർക്കും അടുത്തടുത്ത ബംഗ്ലാവാണ് അലോട്ട് ചെയ്തത് EMS മന്ത്രിസഭയിൽ. TV തോമസ് പുറകിൽ ഒരു ചെറിയ ഗേറ്റ് പണിഞ്ഞു, മതിൽ ചാടാൻ കഴിയില്ല, എന്നിട്ട് ഒരു ഗേറ്റ് പണിയിച്ചു. ആ ഗേറ്റ് തുറന്നിട്ട് അപ്പുറത്തേക്ക് പോവുക, അതായത് TV തോമസിൻ്റെ ഏർപ്പാട്. ഒടുവിൽ MN ഗോവിന്ദൻ നായരാണ് ഇവരെ ശാസിച്ചിട്ട് ഇതെന്തൊരു തെമ്മാടിത്തരാണ്, നിങ്ങൾ കല്യാണം കഴിക്കുക. ഗൗരിയമ്മയ്ക്ക് അറിയാം TVക്ക് വേറൊരു ഭാര്യയും ഒരു കുട്ടിയും ഉണ്ടെന്നറിയാം. എന്നിട്ടും ഗൗരിയമ്മ കല്യാണം കഴിച്ചു. എന്നാൽ ഗൗരിയമ്മയുടെ ആത്മകഥ എടുത്ത് നോക്കുക. ആത്മകഥയുടെ ആദ്യ ഭാഗം ഇറങ്ങിയിട്ടുള്ളൂ, രണ്ടാം ഭാഗം പാർട്ടി ഇറക്കാൻ സമ്മതിച്ചില്ല. പിന്നെ പാർട്ടി വിട്ട് കഴിഞ്ഞിട്ട് ഗൗരിയമ്മ ആ രണ്ടാം ഭാഗം എഴുതി തയ്യാറാക്കാനായിട്ട്, അപ്പോഴത്തേക്ക് ഗൗരിയമ്മയ്ക്ക് സ്വന്തമായിട്ട് എഴുതാൻ ബുദ്ധിമുട്ടായി, ഒരാളെ വെച്ച് എഴുതാനൊക്കെ തുടങ്ങി, അതെങ്ങും എത്തിയില്ല. ഈ ഒന്നാം ഭാഗത്തിൽ ഗൗരിയമ്മ ഉപേക്ഷിച്ച ഒരാളിനെ പറ്റി പറയുന്നുണ്ട്. ജാതി മാച്ചാവുന്നില്ല, അതുകൊണ്ട് വേണ്ട എന്ന് വെച്ചു. ജാതി വ്യത്യാസമുള്ളതുകൊണ്ട്, അയാൾ ഹിന്ദു ആയിരുന്നു, ജാതി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ആ ഗൗരിയമ്മ മതവ്യത്യാസം വരെയുള്ള TV തോമസിന് വേറെ ബന്ധമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ഇത് മനുഷ്യൻ്റെ മനസ്സിലെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പ്രവചനാതീതമാണ്. ഞാൻ ആകെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ വലിയ പെർഫോമൻസൊക്കെ നടത്തിയ രാഷ്ട്രീയക്കാർ നമ്മുടെ ചരിത്രത്തിലുണ്ട്. ജോസ് തെറ്റയിലിൻ്റെ വീഡിയോ പുറത്തു വന്നിരുന്നു, അതും മകൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായിട്ട്. ആ പെൺകുട്ടി ട്രാപ്പ് ചെയ്താണ്. വീഡിയോ ക്യാമറ വെച്ച് ഇങ്ങനെ വിളിച്ച് വരുത്തിയിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് അത് പുറത്ത് വിട്ടു. വാട്ട് എ നാസ്റ്റി തിങ്. അതുമായിട്ട് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു മൈനർ അഫെയറാണ്.